ഹായോ, നമ്മുടെ 2024 CGL റിസൾട്ട്സ് വന്നപ്പോൾ വളരെ ചരിത്രപരമായ നേട്ടമാണ് കോഴിക്കോട് വരാന്ത റൈസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ഒരുപാട് മികച്ച നേട്ടം കൊയ്ത നമ്മുടെ ആസ്പിറൻസ് ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്, അനഘ. അനഘയുടെ ആദ്യത്തെ CGL എക്സാം ആണ് അനഘ ക്ലിയർ ചെയ്തത്. നമുക്ക് അനഘയുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഒരു പ്രിപ്പറേഷൻ ജേണി എങ്ങനെയായിരുന്നു, എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തതെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീൽ? ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പം എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ശരിക്കും വന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞ പോലെ ഒരു അച്ചീവ്മെന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് വന്നത്. അപ്പൊ ശരിക്കും റിസൾട്ട് വന്ന ദിവസം ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം സെയിം ഡേ തന്നെയാണ് MTSന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ അത് ഓൾറെഡി ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഓൾറെഡി കിടന്നുറങ്ങേണ്ടത്. അപ്പൊ രാത്രി പറഞ്ഞ പോലെ 12 മണിക്കാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ എന്റെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് എന്നെ വിളിച്ച് 12:30 ആയപ്പോ എന്നെ വിളിച്ച് അപ്പം കൺഗ്രാറ്റ്സ് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു MTSന്റെ കൺഗ്രാറ്റ്സ് ആണ്. അപ്പൊ പിന്നെയാണ് മനസ്സിലായത് CGLന്റെ റിസൾട്ട് വന്നു, അതിന്റെയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ കോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് റിസൾട്ട് നോക്കി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചില്ല വന്നത് ആദ്യം. അതായത് ഫസ്റ്റ് എന്റെ ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ തന്നെ രാത്രി ഓൾറെഡി 12:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ കാരണം വീട്ടിലെല്ലാവർക്കും ഇതെന്താ വരാത്ത ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ വിളിച്ച് അമ്മേനെ വിളിച്ച് അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നല്ലോണം പേടിച്ചു. അച്ഛനൊക്കെ നല്ല എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ പ്രതീക്ഷ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ അടുത്ത് എനിക്ക് ആദ്യം കിട്ടിയില്ല. കാരണം അവരൊന്നാമത് ഉറക്കത്തിലായിരുന്നോണ്ട് ഇതായി വരാൻ സമയമെടുത്തു. അത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അതിനുശേഷം അമ്മ കുറെ മെസ്സേജ് ഇങ്ങനെ അയക്കാം, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ ഫുള്ള് അയച്ചു. അത് കഴിഞ്ഞ് അനിയത്തി ഹോസ്റ്റലില്ല. അപ്പൊ അവളെയും വിളിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പോഴേക്ക് അമ്മയ്ക്കാണെങ്കിൽ ഈ സാധനം ഉള്ളിലിരിക്കാണ്ട് അമ്മ ഓൾറെഡി വിളിച്ച് അവളോട് പറഞ്ഞു. അതുകൊണ്ട് അവളെടുത്ത് ഞാൻ ഉദ്ദേശിച്ച എക്സൈറ്റ്മെന്റ് ഒന്നും കിട്ടിയില്ല, ഓൾറെഡി അറിഞ്ഞു എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ഞാൻ കരഞ്ഞു സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഫുള്ളും. ഉറക്കം വന്നില്ല പിറ്റേന്ന് രാവിലെ വരെ. ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഫീൽഡിലേക്ക് വന്നെങ്കിൽ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ കോമ്പറ്റീറ്റീവ്? അല്ല, ഞാൻ PG കഴിഞ്ഞു. ഞാൻ കെമിസ്ട്രി ആയിരുന്നു PG. അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകാതെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് എങ്ങനെ വന്നു? ശരിക്കും PGക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച സബ്ജക്റ്റുമായിട്ട് കുറെ മുന്നോട്ട് പോകണം എന്നായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പം ഒരു സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവളായിരുന്നു ആദ്യം വരാന്ത റൈസ് കണ്ടുപിടിച്ചതും ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പം അതിനുശേഷം അപ്പം ഞാൻ ഓക്കെ ഇനിയൊരു ജോലി എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരാം എന്ന് വെച്ചിട്ടാണ് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ശരിക്കും ഞാൻ ജൂലൈ 31 ബാച്ചായിരുന്നു. ഞാൻ അന്ന് രാവിലെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതും അന്ന് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും അന്ന് അവിടെ എത്തി. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ശരിക്കും. കാരണം വന്ന ഫസ്റ്റ് ഒരു കാഴ്ചയിൽ തന്നെ അത് കുറേ ആൾക്കാർ ഇരുന്ന് പഠിക്കുന്നു, ലാബ് അങ്ങനെ ഒരു സത്യം പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഇതുവരെ എക്സാം ഒന്നും എഴുതി നോക്കിയിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം ഭയങ്കര ടെൻഷനിലാണ് ആദ്യം വന്നത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഓക്കെ ആയി. അത് നമ്മളെ കൊണ്ട് പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു മൈൻഡായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ. കാരണം അതിന് ഇവിടുത്തെ ക്ലാസ്സും മെന്റേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ മെന്റർ ഭയങ്കര വിശാൽ സാറായിരുന്നു ഞങ്ങളുടെ ബാച്ചിന്റെ മെന്റർ. അപ്പം പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. അതിപ്പോൾ ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ ക്ലാസ്സസും മിയാ സാറൊക്കെ പൊളിറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടല്ലോ അവിടെ. നമ്മള് നമ്മുടെ സെയിം ഒരു ആസ്പിറൻസിനോട് തന്നെ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഇപ്പൊ കൂട്ടുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരുടെയൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു ഒരു ജേർണി? അത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സുകളും സർക്കിളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരാളായിരുന്നു മൊത്തത്തില്. അപ്പോൾ ആ സമയത്ത് സർക്കിളിൽ എല്ലാവരും ഒന്ന് പഠിക്കുന്നതാണോ നമുക്കും ഓൾറെഡി ഒരു തോട്ട് വരും. അതായത് എല്ലാവരും പഠിക്കുന്നുണ്ട്, നമ്മളെ സെയിം എക്സാം ആണ്. അപ്പൊ ആ ഒരു തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് പഠിച്ചു പോകും. പിന്നെ അതിനെന്നെ ഏറ്റവും കൂടുതൽ ഈ കോമ്പറ്റീറ്റീവ് മൈൻഡിന് ഹെൽപ്പ് ചെയ്ത് ശരിക്കും ലാബാണ്, ഇവിടുത്തെ ലാബ്. കാരണം ഞാൻ അവിടെ വന്നിരുന്നാണ് ഫുള്ള് പഠിച്ചിരുന്നത്. ടയർ 1 എഴുതുന്ന വരെ ശരിക്കും ഞാൻ ലാബിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണിയാകുമ്പം വരും, രാത്രി ഒരു 9 മണി വരെ ലാബിൽ തന്നെ ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ടോപ്പ് ഫ്ലോറിൽ ഇരുന്ന് അവിടെ നിന്ന് പഠിക്കും. കാരണം GK ഒക്കെ എനിക്ക് എല്ലാവരും ഇങ്ങനെ ഇരിക്കും ഭയങ്കര ഒരു ഇതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടത്. പക്ഷെ എൻ്റെ ഫുൾ പഠനം ശരിക്കും പറഞ്ഞാൽ റേസിൽ തന്നെയായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ബേസിക് സർക്കിൾ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. എല്ലാം ഇവിടുന്ന് ഹോസ്റ്റലൊക്കെ
നിർത്തി പോവാന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഒരു പഠനവും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം വീണ്ടും എല്ലാം കെട്ടിപ്പറക്കി വീണ്ടും തിരിച്ചു വന്നു പിന്നെ ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു. ഈ എക്സാമിന്റെ റിസൾട്ട് അറിഞ്ഞ് ആ ഒരു സമയത്ത് അടക്കം ഞാൻ ഇവിടെ തന്നെ ഫുള്ള്. ഇപ്പൊ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ നല്ല വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് സ്പീഡ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പം ആ ഒരു പ്രത്യേക എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? അതായത് നോർമലായിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു, സെപ്പറേറ്റ് ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ എന്തെങ്കിലും ടിപ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ സെൽഫ് സ്റ്റഡി തന്നെയാണ് ചെയ്തത് മൊത്തം. അതായത് നമുക്ക് കിട്ടുന്ന നോട്ട്സ് മാക്സിമം സോഴ്സസ് നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന, അതായത് ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മൾ പഠിക്കുക, റിവൈസ് ചെയ്യുക. നമ്മളിപ്പം സോഴ്സസ് ഒരുപാട് എടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ എടുക്കുന്ന സോഴ്സിൽ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ പോട്ടെ ഇത് നമുക്ക് അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മിസ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളെ റാങ്ക് കുറേ പുറകിലോട്ട് വരിക. അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മൺഡേ ടു ഫ്രൈഡേ പഠിച്ചിട്ട് സാറ്റർഡേ സൺഡേ മൊത്തം റിവിഷന് വേണ്ടി വെക്കുക. അങ്ങനെ ആയിരുന്നു എൻ്റെ മെയിൻ ഇതായിട്ടുണ്ടായത്. പിന്നെ മാക്സിമം നമുക്ക് വീക്കാണെന്ന് തോന്നി. ഇപ്പം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ മാത്സ് കുറച്ച് സ്ട്രോങ് ആക്കുക എന്നുള്ളതായിരുന്നു. മാത്സും റീസണിങ്ങും സെറ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ GK കടന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, സ്മൂത്തായിട്ട് പോയി. മാത്സ് ഒരു ദിവസം ചില ദിവസങ്ങളിൽ 2 സബ്ജക്റ്റ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ടൈമുള്ള സമയങ്ങളിൽ 4 സബ്ജക്റ്റിനും 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ വെച്ച് കൊടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ചില ദിവസം തീരെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു, സത്യം പറയാലോ. അതായത് നമ്മൾ ഇത്രയും പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും ചില സമയത്ത്. പക്ഷെ അത് ഓക്കെയാണ്. ആ ഒരു ദിവസം നമ്മൾ മൊത്തം ഫ്രീ ആയിട്ടിരിക്കുക, എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് പോകരുത്, അതായത് ഫുൾ റെസ്റ്റ് ആയിട്ട് നിന്ന് പോകരുത്. അത് റെസ്റ്റ് എടുക്കേണ്ട ടൈം, എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അത്രയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ. കാരണം നമുക്ക് നമ്മളെ തന്നെ ഡൗട്ട് ഉണ്ടാവും, എനിക്കിത് പറ്റുമോ, മീൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ തന്നെ നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് പോയാലോ എന്നൊക്കെ തോന്നും. അപ്പം എങ്ങനെയായിരുന്നു സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അയ്യോ ഇതിനി നടക്കൂല, ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങനെ ഇരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ അമ്മയാണ്. ഞാൻ ഡൗൺ ആവുന്ന സ്പോട്ടിൽ ഞാൻ അമ്മേനെ വിളിക്കും, അമ്മ ഇത് നടക്കൂല, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. അപ്പൊ അമ്മ വാട്സപ്പിൽ ഒരു ലോഡ് എനിക്ക് മോട്ടിവേഷൻ അയച്ചു തരും. ഇത് അങ്ങനെ മറ്റേ കുറെ ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പിന്നെ അത് ടെൻഷൻ വരുമ്പോൾ ഞാൻ അതെടുത്ത് നോക്കാം, ബിലീവ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ. ഫോണിന്റെ വാൾപേപ്പർ വരെ അങ്ങനെയാണ്, അങ്ങനെ ഒരു മോട്ടിവേഷൻ കോട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എപ്പം ഞാൻ കുറച്ച് ഡൗൺ ആയി തോന്നിയാലും അവർ ഭയങ്കരമായിട്ട് കുഴപ്പമില്ല. അത് പനിയത്തിയാണെങ്കിലും പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പഠിക്കാൻ വേണ്ടി. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് അറിഞ്ഞ ആ ഒരു മൊമെന്റിൽ, ഇപ്പൊ രാത്രി അറിഞ്ഞെന്ന് പറഞ്ഞു, ഒരു എക്സാക്ട് മൊമെന്റിൽ ഫസ്റ്റ് എന്താ തോന്നി? വീട്ടുകാരോട് പറയാനാണോ? ആദ്യം അമ്മേനെ വിളിക്കാനാ തോന്നിയത്. കാരണം അത്രയും മോട്ടിവേറ്റ് ചെയ്ത ഒരാൾക്കല്ലേ നമുക്ക് അതിന്റെ അത്രയും സന്തോഷം പറഞ്ഞാൽ മനസ്സിലാവുക. അതുകൊണ്ട് ഫസ്റ്റ് അമ്മേനെ വിളിച്ചത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അമ്മ ഉള്ളു, നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ? ഞാൻ നമുക്ക് പ്രതീക്ഷയില്ല, കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ കാണാം. അപ്പൊ എനിക്ക് കിട്ടൂലായിരിക്കും, അടുത്ത അറ്റംപ്റ്റ് നോക്കാം. കാരണം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് കിട്ടിയെന്ന് അറിയുന്നവരെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോ വീണ്ടും പഠിക്കാന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ആയിരുന്നു. പക്ഷെ അത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ശരിക്കും മറ്റേ സ്വപ്നം എന്തൊക്കെ കാര്യമായിട്ട് എന്താ അച്ചീവ് ചെയ്തൊരു ഫീൽ ആയിരുന്നു ശരിക്കും. അതായത് ഇത് എല്ലാവർക്കും പറ്റും, ഓക്കെ നമ്മൾ ട്രൈ ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു വല്ലാത്ത, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നു ശരിക്കും. അത് പറഞ്ഞപ്പോഴേ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ അനഘയെ പോലെ, ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ ഡൗട്ട് ആയിരിക്കും, എനിക്കിത് പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അറ്റംപ്റ്റ് വേണ്ടി വരുമോ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടി എന്നൊക്കെ ഡൗട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. വരണോ വേണ്ടയോ എന്ന് മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് അനഘയ്ക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് താല്പര്യമുള്ള ഫീൽഡാണെങ്കിൽ വരിക. അതായത് ഇപ്പം നമുക്കറിയാലോ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ജോലിയോട് താല്പര്യം ഉണ്ട് എന്നാണെങ്കിൽ എന്തായാലും വന്ന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ടെൻഷൻ ഉണ്ടാവും ശരിക്കും, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മളെ ചുറ്റുമുള്ളവരിരുന്ന് ഒരുപാട് പഠിക്കുന്നു, നമ്മൾ അത്ര ആവുന്നില്ലേ. എനിക്ക് സ്ഥിരമുള്ള പ്രശ്നമായിരുന്നു അത്. അവരൊക്കെ അതായത് നമ്മൾ ഫോൺ എടുത്ത് കുറച്ചു നേരം നോക്കുമ്പോൾ അയ്യോ എല്ലാവരും പഠിക്കുകയാണ്, ഞാൻ ചെയ്യുന്ന മുഴുവൻ വേസ്റ്റ് ആണല്ലോ. അപ്പൊ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. അതായത് മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും സമയം പഠിക്കുക. അപ്പോൾ അത്രയും ചെയ്താൽ മതി. എന്തായാലും ആർക്കും പറ്റാത്ത സാധനമൊന്നുമില്ല, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ. അപ്പം പിന്നെ അതന്നെ കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുക, അത്ര.
ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി പഠിത്തം മാത്രം ഫോക്കസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? അതോ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ടയർ 2ന്റെ എക്സാം ആയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ കയറി. അപ്പൊ എല്ലാം കളഞ്ഞു, ഇൻസ്റ്റാഗ്രാം കളഞ്ഞു, യൂട്യൂബ് ഇതാക്കി വെച്ചു. യൂസ്ഫുൾ ആയിരുന്നു അങ്ങനെ കളഞ്ഞത്. വളരെ ഇഷ്ടം പോലെ ടൈം ഉള്ള പോലെ ഫീൽ ചെയ്തു. കാരണം ഇത് ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ ടൈം പോകുന്ന നമ്മൾ അറിയില്ല. 5 മിനിറ്റ് നോക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളിരിക്കുക, പക്ഷെ ഇഷ്ടം പോലെ ടൈം പോകും. അടുത്ത് കണ്ട് അങ്ങനെ ഇത് ടെൻഡൻസി നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം, അല്ല എന്നാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ആ എക്സാം ടൈമിന് വെറുതെ കുറെ ടൈം പോകും, അതിനെക്കൊണ്ട് കാര്യമില്ല. പിന്നെ ഓൾറെഡി നമ്മൾ കാണുന്ന ക്ലാസ്സുകളും എല്ലാം ഫോണ് ഇതായതുകൊണ്ട് ഓൾറെഡി നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. മാക്സിമം ഇതൊക്കെ ഒഴിവാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. ടൈം സ്പെൻഡ്, കാരണം പിന്നെ ഒരു റിഗ്രറ്റ് തോന്നാൻ പാടില്ലല്ലോ. അത് നമ്മൾ ഇത്രയും സമയം അതിൽ സ്പെൻഡ് ചെയ്തു, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാഞ്ഞത് എന്നൊരു റിഗ്രറ്റ് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എക്സാം നമ്മൾ ട്രേസ് ജോയിൻ ചെയ്തു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ക്ലിയർ ചെയ്ത് ഈ ഒരു ലെവലിൽ നിൽക്കുക. ഇതിനിടയ്ക്ക് ഇപ്പോൾ അനഘയ്ക്ക് തോന്നുന്നു ഞാൻ ആ കാര്യം ചെയ്തത് മിസ്റ്റേക്ക് ആയിപ്പോയി, അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ട്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമായിരുന്നു. അതെനിക്ക് ചില സമയം വേണ്ടായിരുന്നു തോന്നി. കാരണം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫുള്ള് റെസ്റ്റ് മൈൻഡാണ്. കാരണം ഇവിടെ നിന്ന് ഇത്രയിരുന്ന് പഠിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് അവരെന്നെ പറയല്ലോ ഓക്കെ, കാരണം ഏതൊക്കെയോ ലിസ്റ്റിൽ വരുന്നുണ്ട്, അപ്പൊ ഇവള് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയാം. അപ്പൊ എന്നേരം എന്നോട് പ്രത്യേകിച്ചൊന്നും പറയൂല. പക്ഷെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 3-4 ദിവസം ഞാൻ വീട്ടിലായിരുന്നാ പോയിക്കോ പറയും, നീ ഇവിടെ നിൽക്കണ്ട, നീ പഠിക്കുന്നില്ല, വിട്ടോ അപ്പൊ നേരെ എല്ലാം പെട്ടിക്കും. അപ്പൊ ആ സമയം കൊണ്ട് ഒന്ന് മൈൻഡ് റിലാക്സ് ആവുകയും ചെയ്യും. എന്നാൽ അതേ ടൈം ഇനി അടുത്ത് തുടങ്ങാനായി എന്നുള്ളത് എന്തായാലും ആ സമയം, ആ പോയ സമയങ്ങൾ കൂടി ഞാൻ കുറച്ചും കൂടി ഇരിക്കായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. ഈ ഒരു വിജയത്തിൽ അമ്മയ്ക്ക് നല്ല റോളുണ്ട്, നല്ലോണം. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് അമ്മയായിരിക്കുള്ളൂ. അമ്മയ്ക്ക് അമ്മയോട് ഞാൻ പറഞ്ഞു ആരോടും തൽക്കാലം പറയണ്ട, ഒന്ന് കിട്ടട്ടെ, കൈമ കിട്ടട്ടെ. അമ്മയ്ക്ക് ഒരു തരത്തിലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. എല്ലാരോടും ഇങ്ങനെ പറയണം ഭയങ്കര ടെൻഡൻസി, അതിന് പിടിച്ചു വെച്ചതാ. റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അമ്മയെ കണ്ടായിരുന്നു? ഞാൻ വീട്ടിൽ പോയി, ഭയങ്കര സന്തോഷമായിരുന്നു. അത് ശരിക്കും നേരിട്ട് കണ്ടതിനേക്കാളും അന്ന് അയച്ച വാട്സപ്പ് മെസ്സേജ് ഒക്കെ എടുത്തു നോക്കണം. അമ്മ ലിറ്ററലി കരയായിരുന്നു. ശരിക്കും സന്തോഷങ്ങൾ, എനിക്ക് അറിയായിരുന്നു എനിക്കിത് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഒരു ജേർണിയിലെ ഇപ്പം പനയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇതുവരെയുള്ള ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? ഇപ്പം ചിലപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോഴായിരിക്കും, ചിലപ്പോൾ ജോയിൻ ചെയ്ത സമയമായിരിക്കും, ചിലപ്പോൾ ഇടയ്ക്കുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ടയർ 2ന്റെ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് കാരണം എനിക്ക് എപ്പോഴും മോക്ക് എടുക്കുമ്പോൾ ഒരു 300 കഷ്ടിയായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 300 ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് എന്നെ കൊണ്ട് ഇത് പറ്റൂല, അടുത്തതിന് നോക്കാം, ഇത്രയായില്ലേ, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ആ 300 ക്രോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ആ മാർക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അമ്മ ഇത് കിട്ടും, ഇതിനെന്തായാലും കിട്ടുമായിരിക്കും, അങ്ങനത്തെ ഒരു സന്തോഷമായിരുന്നു. അത് ഭയങ്കര. പിന്നെ റിസൾട്ട് അറിഞ്ഞ മൊമെന്റ് ആയിരുന്നു അത്, രണ്ടും ഭയങ്കര സന്തോഷം. ഈ അവസരത്തിൽ പനകെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, പ്രിപ്പറേഷനിലും ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരോട് എല്ലാവരോടും താങ്ക്സ് പറയാനുള്ള ഒരു അവസരമാണ്. ആർക്കൊക്കെ പറയാൻ താങ്ക്സ് പറയാനുണ്ടോ? എല്ലാവരോടും പറയാനുള്ള ഒരു അവസരമാണ്. ആദ്യം താങ്ക്സ് പറയാൻ എന്റെ ഫാമിലിക്ക് ആയിരിക്കും. അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ പോയിന്റിലും. അത് എന്ത് കാര്യത്തിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കൂല എന്ന് മനസ്സിലായി, ഹോസ്റ്റലിൽ പോകണം, ഓക്കെ നീ പൊക്കോ, പ്രശ്നമില്ല, ഇവിടെ നിൽക്കണ്ട, അങ്ങനെ പറഞ്ഞ അത്രയും സപ്പോർട്ടായിരുന്നു എൻ്റെ ഫാമിലി. പിന്നെ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എപ്പോഴും ഭയങ്കര മോട്ടിവേഷനാണ്. അതായത് അതായത് എന്നെ രാത്രി വരെ എനിക്ക് രാത്രി വരെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 8 കഴിഞ്ഞ ബസ് ഉണ്ടാകും, അപ്പൊ എന്നെ കൊണ്ടുവിട്ട് തരുമായിരുന്നു. അപ്പം അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ മെന്റേഴ്സ് ഉണ്ട്, എൻ്റെ മെന്റർ, അതും സർക്കിൾ കഴിഞ്ഞപ്പോൾ എന്നല്ല, അതിന് ശേഷവും വിശാൽ സാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഏത് സമയത്ത് എന്ത് ഡൗട്ട് ചോദിച്ചാലും പുള്ളിക്കാരൻ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ റേസിന്റെ ലാബ് സിസ്റ്റം, അതിന് ശരിക്കും ഞാൻ നല്ല താങ്ക്സ് പറയണം. കാരണം ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ വീട്ടിലിരുന്നാൽ ഞാൻ പഠിക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാനൊരു അവസരം കിട്ടി. അതുകൊണ്ട് അങ്ങനെ ക്ലിയർ. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും എല്ലാ ഫാക്കൽറ്റിനോടായാലും ഒരുപാട് നന്ദി. പിന്നെ ദൈവത്തോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ, അതായത് കാരണം എനിക്ക് എക്സാമിന്റെ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു അസുഖമൊക്കെ വരുമായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. ഇടയ്ക്ക് ഒരു പനി വരും. MTSന്റെ എക്സാമിന് ഒരാഴ്ച മുമ്പ് എനിക്ക് പനി പിടിച്ചു, CGLന്റെ എക്സാമിന് മുന്നേ പനി പിടിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കുള്ളതാണെങ്കിൽ ദൈവം എനിക്ക് എന്തായാലും കൊണ്ടുതരും. അപ്പോ അങ്ങനെ നല്ല ദൈവത്തിന്റെ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ദൈവത്തിന് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ. ഇനി ഒരുപാട് വിജയങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ. താങ്ക് യു.